സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ആൻറ്റി ഗ്രാവിറ്റി ഇൻസ്റ്റാൾ ചെയ്യുക, ഒപ്പം തന്നെ എങ്ങനെയാണ് ഒരു ചെറിയൊരു പ്രൊജക്റ്റ് നമ്മൾ ആൻറ്റി ഗ്രാവിറ്റിയിൽ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കി. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വിൻഡോസ് 11 പോലത്തെ ഉള്ളൊരു UI നമ്മൾ HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും വെച്ചിട്ട് കോഡ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന AI മോഡൽ ജെമിനി 3 ആണ്. ജെമിനി 3 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. അത് ഗൂഗിളിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലും കൂടിയാണ്. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ നമുക്കിവിടെ ഒരു ഫയലുണ്ട്, ഇൻഡെക്സ്. ഞാൻ ഇത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വരാൻ പോകുന്ന ഇൻ്റർഫേസ് നമ്മുടെ വിൻഡോസ് 11-ൻ്റെ ഉള്ളൊരു ഇൻ്റർഫേസ് പോലത്തെയാണ്. സോ നമുക്കിവിടെ ഫസ്റ്റ് കണ്ടത് വിൻഡോസ് 11-ൻ്റെ ലോഡിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ലോക്ക് സ്ക്രീനിലാണ്. അപ്പോൾ ഈ ഒരു ലോക്ക് സ്ക്രീനിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെൽക്കം എന്ന് പറഞ്ഞിട്ട് കാണും. ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഡെസ്ക്ടോപ്പ്. സോ നമ്മുടെ ഈ ഒരു ടൈം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ടൈമാണ്. ഒപ്പം തന്നെ നമുക്കിവിടെ സ്റ്റാർട്ട് മെനു ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് മെനു ഓപ്പൺ ആവും. പിന്നെ നമുക്ക് എക്സ്പ്ലോറർ ഉണ്ട്, നമ്മുടെ ഫയൽസ് ഒക്കെ ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലോററാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഒരു ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ആയിട്ട് വരും. സോ ഇത് നമുക്ക് ഇങ്ങനെ നീക്കാനൊക്കെ ആയിട്ട് പറ്റും. ഒപ്പം തന്നെ ഇതിൽ മാക്സിമൈസ് ഉണ്ട്, ഇത് വലുതാക്കാനും. പിന്നെ നമുക്ക് മിനിമൈസ് ഉണ്ട്, ഇത് ചെറുതാക്കാൻ. ഒപ്പം തന്നെ നമുക്ക് ക്ലോസ് ബട്ടൺ ഉണ്ട്. സോ ഇത് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു വിൻഡോസ് 11-ൻ്റെ UI ഉണ്ടാക്കണം. അതിൽ ബൂട്ടിംഗ് ആനിമേഷൻ വേണം, ഒരു ലോക്ക് സ്ക്രീൻ വേണം, പിന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പ് വേണം, സ്റ്റാർട്ട് മെനു വേണം, ഫയൽ എക്സ്പ്ലോറർ വേണം, അതിൽ നമ്മുടെ മാക്സിമൈസ്, മിനിമൈസ്, ക്ലോസ് ബട്ടൺ. അപ്പോൾ മാക്സിമൈസ് പറയുമ്പോൾ നമ്മുടെ വിൻഡോ വലുതാക്കാൻ, മിനിമൈസ് പറയുമ്പോൾ നമ്മുടെ വിൻഡോ നമുക്ക് മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ടാസ്ക് ബാറിൽ കിടക്കാൻ. സോ ഇതാണ് നമ്മുടെ ടാസ്ക് ബാർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ടൈം വേണം, ഇങ്ങനത്തെ ഐക്കൺസും കാര്യങ്ങളൊക്കെ വേണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. സോ ആദ്യം നമ്മുടെ സെർച്ചിൽ വരിക, എന്നിട്ട് ഇവിടെ ജസ്റ്റ് ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആപ്പ് ഇവിടെ കാണുന്നില്ലെങ്കിൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യണം. സോ നമ്മുടെ ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. സിമ്പിളാണ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഞാനിവിടെ പിൻ ചെയ്യാം. സോ നമുക്ക് ആൻറ്റി ഗ്രാവിറ്റി ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ നമുക്കിവിടെ സെർച്ചിൽ കാണിക്കും. സോ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻറ്റി ഗ്രാവിറ്റിയുടെ IDE ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് വരാം. സോ നമ്മുടെ ഈ ഒരു റൈറ്റ് സെക്ഷൻ ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മുടെ പ്രോംപ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുക. സോ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റി ഏതെങ്കിലും ഒരു ഫോൾഡറിൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോൾഡറിലായിരിക്കും നമ്മുടെ ഫയൽസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യാം. സോ ഞാനിവിടെ ഓപ്പൺ ഫോൾഡർ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് വരും. സോ ഞാനിവിടെ ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്തു. ഇനി ഞാനിവിടെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ന്യൂ കൊടുത്തു, ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ ജസ്റ്റ് വിൻഡോസ് 11 UI എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എന്നിട്ട് ഇവിടെ സെലക്ട് ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. സോ നമ്മൾ സെലക്ട് ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോൾഡറിൽ ആൻറ്റി ഗ്രാവിറ്റി ഓപ്പൺ ആയിട്ട് വരും. സോ നമുക്ക് ഇനി ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജെമിനി 3 വെച്ചിട്ട് നമ്മുടെ പ്രോഗ്രാം നമുക്ക് ബിൽഡ് ചെയ്യണം. സോ ഞാൻ ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അതിവിടെ പേസ്റ്റ് ചെയ്യാണ്. സോ നമ്മുടെ പ്രോംപ്റ്റ് എന്താണെന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുന്നേ ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ജെമിനി 3 Pro എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് നമുക്ക് സെലക്ട് ആയിട്ടുള്ളത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട്. ക്ലൗഡ് സോണറ്റ് 4.5 ഉണ്ട്, GPT ഉണ്ട്. സോ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ജെമിനി 3 ആണ്. സോ അത് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുത്തു. അപ്പോൾ ആൻറ്റി ഗ്രാവിറ്റി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ഉണ്ടാക്കും. നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് വിൻഡോസ് 11-ൻ്റെ UI അല്ലേ. സോ ഈ ഒരു പ്രോംപ്റ്റ് അനലൈസ് ചെയ്തിട്ട് ഈ ഒരു പ്രൊജക്റ്റ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പ്ലാൻ നമുക്ക് കാണിച്ചു തരും. സോ ഇതിൽ ഫസ്റ്റ് വരാൻ പോകുന്നത് ഇന്ന ഫയൽസ് ക്രിയേറ്റ് ചെയ്യും, അതിൽ ഇന്ന കോഡാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു പ്ലാൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഒപ്പം തന്നെ നമുക്കൊരു ടു ഡു ലിസ്റ്റും കൂടിയും നമുക്കിവിടെ കിട്ടും. ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്
ഒരു ചെറിയൊരു ലിസ്റ്റ് പോലെയാണത്. അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫീച്ചേഴ്സും അതിൽ എഴുതിയിട്ടുണ്ടാവും നമ്മുടെ പ്രൊജക്റ്റിലത്തെ. അപ്പോൾ ഓരോ ഫീച്ചർ കഴിയുന്തോറും അത് ടിക്ക് ചെയ്ത് പോകും. അപ്പോൾ നമുക്കും അറിയാൻ പറ്റും, ഇപ്പോൾ ജെമിനൈയാണ് നമ്മൾ സെലക്ട് ചെയ്ത മോഡൽ. അപ്പോൾ ജെമിനൈ ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ടാസ്ക് ഏതെന്നുള്ളത് നമുക്കവിടെ അറിയാൻ പറ്റും. സോ അങ്ങനെയാണ് നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റി വർക്ക് ചെയ്യുക. ഒപ്പം തന്നെ നമ്മളിപ്പോൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഒരു വെബ്സൈറ്റ് അല്ലേ. സോ നമുക്ക് ഒരു വെബ്സൈറ്റ് ഇപ്പോൾ നമ്മുടെ ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞു എന്ന് വെക്കുക. ഓട്ടോമാറ്റിക്കലി ആൻറ്റി ഗ്രാവിറ്റി തന്നെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്രൗസറിൽ നമ്മളുടെ പ്രൊജക്റ്റ് റൺ ആവും. ഒപ്പം തന്നെ ആ ഒരു പ്രൊജക്റ്റിൽ കുറേ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ചെയ്യുന്നത് ഒരു വെബ്സൈറ്റ് ആണ്. സോ ആ ഒരു വെബ്സൈറ്റിലത്തെ ലിങ്കും കാര്യങ്ങളൊക്കെ ജെമിനി തന്നെ ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ചെയ്തിട്ട് അത് വർക്കിംഗ് ആണോ എന്നും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. സോ അത് വർക്കിംഗ് ആണെങ്കിൽ നമ്മുടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പ്രൊജക്റ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് നമുക്ക് കാണിക്കും. ഇനിയിപ്പോൾ ഇൻ കേസ് ലിങ്ക് ഒന്നും വർക്കിംഗ് അല്ലെങ്കിൽ ജെമിനി തന്നെ വീണ്ടും ആ കോഡൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ബ്രൗസറിൽ റൺ ചെയ്യും. സോ അങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ നമുക്ക് വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ പ്രോംപ്റ്റ് എന്താണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ പ്രോംപ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിൻഡോസ് 11 സ്റ്റൈലിലുള്ള ഒരു ഇൻ്റർഫേസ് ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും. അപ്പോൾ ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മുടെ ഇൻ്റർഫേസ് ഉണ്ടാക്കേണ്ടത്. പിന്നെ നമുക്കിവിടെ യൂസ് ചെയ്യേണ്ട തീമിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വേണ്ടത് ഡാർക്ക് തീമാണ്. ഒപ്പം തന്നെ നമുക്കൊരു ടാസ്ക് ബാർ വേണം. നമ്മുടെ അടിയിലത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ടാസ്ക് ബാർ എന്ന് പറയാം. സോ ടാസ്ക് ബാർ വേണം, പിന്നെ സ്റ്റാർട്ട് മെനു വേണം, പിന്നെ ഫയൽ എക്സ്പ്ലോറർ, പിന്നെ നമുക്കൊരു ബൂട്ട് സ്ക്രീൻ വേണം. നമ്മുടെ വിൻഡോസ് ലോഗോ വന്നിട്ട് അതിലൊരു ലോഡിങ് ആനിമേഷൻ വരുന്നുണ്ടല്ലോ, അതാണ് ബൂട്ട് സ്ക്രീൻ. പിന്നെ നമുക്കൊരു ലോക്ക് സ്ക്രീനും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. പിന്നെ ഒപ്പം തന്നെ ഞാനിവിടെ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ യൂസ് ചെയ്യേണ്ട വാൾപേപ്പർ ഉണ്ടല്ലോ, അതും കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക്. പിന്നെ നമുക്ക് പറയുന്നത് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെയാണ് വരേണ്ടത്. ഒരു ബൂട്ടിംഗ് സ്ക്രീനാണ് നമുക്ക് ഫസ്റ്റ് വരേണ്ടത്. അതിലൊരു ആനിമേഷനും കാര്യങ്ങളൊക്കെ വേണം. അത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ പോകണം. ലോക്ക് സ്ക്രീനിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വാൾപേപ്പർ കാണിക്കണം. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് വെൽക്കമും പിന്നെ ഡയറക്റ്റ് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്കും പോകണം. അതാണ് ഈ ഒരു 2 പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പ് വിൻഡോസ് 11 പോലെ തന്നെ വേണം, റൗണ്ടഡ് കോർണേഴ്സ് വേണം, പിന്നെ ഒരു ഗ്ലാസ് ലൈക്ക് എഫക്റ്റും കൂടിയും വേണം എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ നമുക്ക് ടാസ്ക് ബാർ ഒന്ന് ആഡ് ചെയ്യണം. അതിൽ ഐക്കൺസും പിന്നെ ക്ലോക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് മെനു, ഓപ്പണിംഗ് ക്ലോസിംഗ് ഫങ്ഷനാലിറ്റി എല്ലാം ആഡ് ചെയ്യണം. ഒപ്പം തന്നെ നമ്മുടെ ഫയൽ എക്സ്പ്ലോററിൽ നമുക്ക് മാക്സിമൈസ്, മിനിമൈസ്, അതേപോലെ ക്ലോസ് ബട്ടൺസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യണം. ഒപ്പം തന്നെ അത് വർക്കിങ്ങും ആവണം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ എല്ലാ ആനിമേഷൻസും ബൂട്ടിൻ്റെ ആയാലും എല്ലാം സ്മൂത്ത് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ എക്സ്റ്റേണൽ ലൈബ്രറീസ് ഒന്നും യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു പ്രോംപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിത് സെൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഇവിടെ നമ്മൾ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെമിനി തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഇംപ്ലിമെൻറ്റേഷൻ പ്ലാനും അതേപോലെ തന്നെ ഒരു ടു ഡു ലിസ്റ്റും ജനറേറ്റ് ചെയ്യാണ് ഫസ്റ്റ് ചെയ്യുക. സോ നമുക്ക് കണ്ടോ ഇവിടെ ഒരു ടാസ്ക് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ജെമിനിക്ക് ചെയ്യാനുള്ള ടാസ്ക്. സോ ഇതിൽ ഓരോന്നും കഴിയുമ്പോൾ അതിനെ ഓരോന്നിനെയും ടിക്ക് ചെയ്ത് പോവുകയാണ് ഇവിടെ ചെയ്യുക. സോ നമുക്കിവിടെ കണ്ടോ നമുക്കൊരു ഇംപ്ലിമെൻറ്റേഷൻ പ്ലാനും കൂടി ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ പ്ലാനിൽ നോക്കുകയാണെങ്കിൽ കണ്ടോ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മുടെ ഗോൾ എന്താണ്, ഒപ്പം തന്നെ അതിൽ യൂസ് ചെയ്യേണ്ട വാൾപേപ്പർ ഏതാണ്, പിന്നെ നമുക്ക് ആ ഒരു കോർ സ്ട്രക്ചർ ഉണ്ടല്ലോ, എന്തൊക്കെ ഫയൽ ക്രിയേറ്റ് ചെയ്യണം, അതേപോലെ വേരിഫിക്കേഷൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തരുന്ന ഒരു ഡോക്യുമെൻ്റ് പോലെയാണ് നമ്മുടെ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത് എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഇവിടെ കണ്ടോ നമുക്ക് ഒരു ബ്രൗസർ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ജെമിനി തന്നെ കണ്ടോ നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് റൺ ചെയ്തിട്ട് അതിൽ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സാണ് നമുക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് ജെമിനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്ത് അതൊക്കെ വർക്കിംഗ് ആണോ എന്ന് വെരിഫൈ ചെയ്യും. ഒപ്പം തന്നെ ഇനിയിപ്പോൾ ഇൻ കേസ് അത് വർക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ കോഡ് വീണ്ടും എഴുതി വീണ്ടും റൺ ചെയ്ത് വെരിഫൈ ചെയ്യാണ് ഇവിടെ ചെയ്യാം. സോ നമുക്ക് നോക്കി നോക്കാം ഇതിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സോ നമുക്കിതിൽ
നെക്സ്റ്റ് നമ്മുടെ ഫസ്റ്റ് ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്ത് അത് വർക്കിംഗ് ആണോ നോക്കും. സോ കണ്ടോ, നമുക്ക് അതിൽ ഓട്ടോമാറ്റിക്കലി ജെമിനി തന്നെ ക്ലിക്ക് ചെയ്തിട്ട് അത് വർക്കിംഗ് ആണോ നോക്കി. നെക്സ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റിൽ എന്തായിരുന്നു, ഫയൽ എക്സ്പ്ലോറർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. സോ അത് ക്ലിക്ക് ചെയ്തു, അതും വർക്കിംഗ് ആണ്. അതിൽ മാക്സിമൈസിൻ്റെ ഫങ്ഷനാലിറ്റി നോക്കി, അതും വർക്കിംഗ് ആണ്. ഇനി മിനിമൈസ്, ക്ലോസ്, ഇതെല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്യും. സോ ഇങ്ങനെയാണ് നമുക്ക് ആൻറ്റി ഗ്രാവിറ്റി വെച്ചിട്ട് ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പ്ലാനും ടു ഡു ലിസ്റ്റും ഒപ്പം തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റ് ആണെന്നുള്ളതും കൂടി വെരിഫൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റി IDE. സോ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഫൈനൽ ഔട്ട്പുട്ട്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.